എല്ലാവർക്കും നമസ്കാരം. പ്രാസ്കോട്ടൽ ചാനലിന്റെ പുതിയ ഒരു പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു പുതിയ വിഷയമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നുള്ളത് സുൽത്താൻ ബത്തേരി മാസ്റ്റർ മൈൻഡ് കൗൺസിൽ സെന്ററിലെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ബിജു ജോസഫ് ആണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ പരിപാടിക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്ന് സമൂഹത്തിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെ കൂടുതലായി കാണപ്പെടുന്നു. പ്രത്യേകിച്ച് കുട്ടികളിൽ. ഇപ്പോൾ ഗർഭപാത്രത്തിൽ തന്നെ കുട്ടികൾ ടച്ച് ഫോണുമായിട്ട് വരുന്ന പ്രതീതിയാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ ഈ കുട്ടികളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഡോക്ടറോട് ചോദിച്ചു നോക്കാം. ഡോക്ടറുടെ അഭിപ്രായം എന്തായാലും? പ്രേക്ഷകൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇതിനെക്കുറിച്ച് തന്നെ ഒരു ക്യാപ്ഷൻ പറയുന്നത്, ഒരു ഡെലിവറി നടക്കുന്ന സമയത്ത് ഡോക്ടറുടെ പോക്കറ്റിലുള്ള ഫോണുമായിട്ടാണ് കുട്ടി പിറന്നു വീണതെന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ പ്രസവിച്ച ഉടൻ തന്നെ ഡോക്ടറുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ടാണ് കുട്ടി പുറത്തേക്ക് വന്നത്. ഇത് ശരിയാണ്. നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. കുട്ടികളുടെ ബുദ്ധിശക്തി അതിനനുസരിച്ച് വളർന്നിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും കിട്ടിയിരുന്നത് ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് അണുകുടുംബമാണ്. അവിടെ കുട്ടികൾക്ക് ശരിക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തീരെ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ഇപ്പം പണ്ട് അവരുടെ ഗ്രാൻഡ് പാരൻസ് നിന്നോ അമ്മാവനിൽ നിന്നോ അമ്മായിൽ നിന്നോ ഒക്കെയാണ്, നല്ല കൂട്ടുകാരെന്നോ അയൽപക്കക്കാരെന്നൊക്കെയാണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം അവർക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇപ്പം ഏത് കാര്യങ്ങളെക്കുറിച്ചും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് വിവേചിച്ച് അറിയാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് കുറവാണ്. കിട്ടുന്നതെല്ലാം സത്യമാണെന്നാണ് കുട്ടികളുടെ വിചാരം. കുട്ടികൾ മാത്രമല്ല, എല്ലാവരും ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ജീവിതത്തിൽ അവരുടെ വളർച്ച, അവരുടെ മാനസിക ശാരീരിക വളർച്ച വരുന്ന ചെറിയ കാലഘട്ടം മുതൽ ഇപ്പൊ നമുക്കറിയാം, കുട്ടികളെ ശരിക്കും അവരെ അടക്കിയിരുത്താൻ വേണ്ടി ഈ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ട്. എന്നിട്ട് അതിനുശേഷം അവർ അഡിക്റ്റ് ആവുന്ന സമയത്താണ് ഇതിനെക്കുറിച്ചുള്ള ചിന്തയും പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് പ്രത്യേകിച്ച് കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൊബൈൽ എടുത്തു കൊടുക്കുക. ഈ മൊബൈൽ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ നോക്കി കണ്ട് അവരുടെ കണ്ണുകളെ ബാധിക്കുന്നു, അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു, അവരുടെ ശാരീരിക അവസ്ഥയെ ബാധിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്കറിയാം, വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു രോഗം. അതായത് ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ പോലെ തന്നെ അവരിതിന് കൂടുതൽ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണുകളുടെ കാഴ്ചയെ അത് ബാധിക്കുന്നു. അതുപോലെ അവർ സംസാരിക്കേണ്ടതായ സമയത്ത് സംസാരം പഠിക്കുന്നത്. ഒരു കുട്ടി ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അവൻ ജീവിക്കുന്ന സറൗണ്ടിൽ നിന്നാണ് ആ കുട്ടിയെ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഇപ്പൊ നമ്മളെ മാതൃഭാഷ എന്ന് പറയുന്നത് തന്നെ, നമ്മൾ പറയുന്നത് മാതൃഭാഷ. ഒരു കുട്ടി എങ്ങനെ ഭാഷ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളം ആ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല. അതേ കുട്ടിയെ തന്നെ നമ്മൾ ഒരു ഇംഗ്ലീഷ് പറയുന്ന സറൗണ്ടിങ്ങിലാണ് അവർ ചെറിയ പ്രായത്തിൽ വളരുന്നതെങ്കിൽ, അല്ലെങ്കിൽ തമിഴ് പറയുന്ന സ്ഥലത്താണ് വളരുന്നതെങ്കിൽ അവർ തമിഴ് അല്ലെങ്കിൽ ഇത് പഠിക്കുന്നത്. കുട്ടികൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിച്ചെടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഭാഷ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ മലയാളം പഠിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിലൊരു വ്യാകരണമോ ഒന്നും നമ്മൾ പഠിച്ചിട്ടല്ല നമ്മൾ മലയാളം പഠിച്ചത്. നമ്മുടെ മാതൃഭാഷ പഠിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വളർന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളോട് സംസാരിച്ച് പഠിച്ചതാണ്. ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കുട്ടികൾക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ. കുട്ടിക്ക് ചെവിക്ക് കേൾവിയോ കുറവോ അല്ലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടല്ലോ, പക്ഷെ ആ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയാത്ത, അതിന്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് നമ്മൾ പറയാൻ ഒരു കാര്യമാണിത്. കുട്ടികൾക്ക് വാക്കുകൾ കൂട്ടി പറയാൻ കഴിയുന്നില്ല. പിന്നെ അവർക്ക് എന്താണ്, പല തെറാപ്പികളൊക്കെ കൊടുത്ത് അതിലേക്ക് കൊണ്ടുവരണം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ ഒക്കെ നമുക്ക് പറയാം. ചെറിയ കുട്ടികളെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, ചെറിയ കുട്ടിയായിരിക്കും മുതൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പണ്ടൊക്കെ പുറത്തേക്ക് ഇറക്കി കാക്കേനും പൂച്ചേനും കാണിച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എന്താ കാണുന്നത്, ആ കുട്ടിയെ ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും,
മൊബൈൽ കൊടുത്താലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ മൊബൈൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ എന്താ, ടി വിയിൽ കാർട്ടൂൺ കാണും. ഈ കാർട്ടൂൺ കാണുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എന്താണ്, അതിലെ ഭാഷ, അതിലെ ചടുലത, അവർ സംസാരിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷ, അതുപോലെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ നടക്കുന്ന രീതി, ഇതൊക്കെ കുട്ടികൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ ഈ മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. ഗൂഗിൾ സെർച്ച് ചെയ്ത എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന, അപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഉപയോഗിക്കാം. മൊബൈൽ ഉപയോഗിക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് പരിധി, സമയപരിധികൾ വേണം. എന്താണ് അവർ ഉപയോഗിക്കുന്നത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണമല്ല. അവർക്ക് ചെറുപ്പത്തിൽ കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നതിന് പകരം മൊബൈൽ കൊടുക്കുകയല്ല വേണ്ടത്. അപ്പം അവർ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്നില്ല, ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇരുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ അവർ ഭക്ഷണം കഴിക്കാൻ പോലും മടി കാണിച്ചുകൊണ്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അവർ പിന്നെ എന്താ പറയുക, നമ്മളോട് ബാർഗൈൻ ചെയ്യാണ്. എനിക്ക് മൊബൈൽ തന്നാൽ ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് മൊബൈൽ തരണം, ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ എനിക്ക് മൊബൈൽ തരണം. അപ്പൊ ഇത് ബാർഗൈൻ ചെയ്യുമ്പോൾ കുട്ടിയെ അടക്കിയിരുത്താൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അപ്പൊ അവരെന്താണ്, ഒരു വാശി എന്ന് പറഞ്ഞ സ്വഭാവങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ മൂല്യങ്ങൾ നഷ്ടപ്പെടുക. നമുക്കറിയാം എത്ര വീടുകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന മാതാപിതാക്കള്, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ തിരിച്ചു വന്ന് അവരുടേതായ പഠനത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന സമയത്ത് ഇവർക്ക് എത്ര സമയം സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയതായാൽ നമുക്ക് മനസ്സിലാവും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ഇന്ന് കുട്ടികൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്, അവർ സ്കൂളിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ആദ്യമൊക്കെ പറയാൻ വേണ്ടി വരും പാരൻസിനോട്. അപ്പൊ എനിക്ക് അറിയാം പല കുട്ടികളും ഇവിടെ വന്ന് പറയുന്നതാണ്, പാരൻസ് എന്നോട് സംസാരിക്കുന്നില്ല. ഇത് നേരെ മറിച്ചുകൊണ്ട് കുട്ടികൾ എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. കുട്ടികൾ സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കുട്ടികൾക്ക് അതിനുള്ള സമയം കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ പിന്നീട് അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു ജോലിയിലേക്ക്, അവരുടെ പഠനത്തിലേക്കൊക്കെ മാറി എൻ്റെ അച്ഛനോ അമ്മയോ സംസാരിക്കാൻ പോയാൽ സംസാരിക്കുന്നില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന് ശ്രമിക്കുന്നില്ല. കുട്ടികളുടെ മൈൻഡിൽ അങ്ങനെയാണ്. അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും, ആ ഭാഗത്ത് നിന്ന് മാറി. അപ്പം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയങ്ങൾ കൂട്ടുക എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അവര് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അവിടെ നടന്നു എന്ന് ചോദിക്കാം. ഇത് സമൂഹത്തിലെ പല പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. കാരണം കുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള മടി കാണിക്കും, അടുത്ത് വരില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തോ അവന് തെറ്റുണ്ട്. നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ കഴിയുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരിലേക്ക് ഒരു മാറ്റം വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇന്ന് അവരുടെ കൂട്ടുകാരെ, അവർ പോകുന്ന വഴി ഏതാണ് എന്ന് കണ്ടുപിടിക്കാനൊക്കെ കുട്ടികളോട് സംസാരിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ അത് പാരൻസ്, എനിക്ക് പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം, കുട്ടികളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിട്ട് അവരെ അയ്യോ പോയല്ലോ എന്ന് പറയുന്നതിന് പകരം അവരുടെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അത് പാരൻസ് ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പല സമയത്ത് ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, അവരെന്ത് നടന്നു എന്നവർ ചോദിക്കുക. എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ, മാറ്റം വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് എന്താണെന്ന് ചോദിക്കാനൊക്കെ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ, ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് അത്യാവശ്യമായ സംഭവമാണ്. പ്രത്യേകിച്ച് കൊറോണയുടെ ശേഷമാണ് ഇത് കൂടുതലായിട്ട് വന്നത്. കൊറോണയുടെ കാലത്ത് ഇത് നല്ല ഉപയോഗിച്ച ഒരു സംഭവമാണ്. പഠിക്കാൻ അതാണ് ഉപയോഗിച്ചത്, വേറൊരു മാർഗമില്ലായിരുന്നു. പക്ഷെ അത് ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പാരൻസിന്റെ. പിന്നെ കുട്ടികൾക്ക് അറിവില്ല. പക്ഷെ ഒരു യെസ്സോ നോയോ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം മാറി മറിയാണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് യെസ്സോ നോയോ കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. അത് യെസ് കൊടുത്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും കിട്ടും, ചിലപ്പോൾ മോശമായിരിക്കും. ഇതെന്താണ് എന്ന് അവരെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി വരാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിയൊന്നും കുട്ടികൾക്ക് കുറവാണ്. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കാൻ, അത് പെട്ടെന്ന് പോയിട്ട് നമ്മൾ അത് ചെയ്യരുതെന്ന് പറയുന്നില്ല. ഞാൻ പറയുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്, പക്ഷെ ഇത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഒരിക്കലും അവരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ടുള്ളത് ആവരുത് എന്നാണ് എൻ്റെ ഒരു എന്താ പറയാ, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മമാര് കുട്ടികളുടെ കാര്യങ്ങൾ മൊബൈലിൽ കൊടുക്കുന്നത്.
തീർച്ചയായിട്ടും ഡോക്ടറുടെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി